ഹായ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു അവിയലുണ്ടാക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ഒരു അവിയലും ഒരു മെഴുക്ക് പുരട്ടിയും ഒരു തോരനും. ഇന്ന് മീൻ എന്തായാലും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് അവിയലിന് വേണ്ടി അരിയാനായിട്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ചേമ്പ്, ചേന, പടവലങ്ങ, ബ്രിഞ്ചോള്, മരപ്പയർ, ക്യാരറ്റ്, പച്ചക്കായ. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. മുരിങ്ങക്കായ അരിഞ്ഞ് ഇനി ചേന അരിയാം. എല്ലാം ഒരേ ഷേപ്പിന് അരിഞ്ഞാൽ നല്ലതാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി പടവല അരിയാം. പൊട്ടറ്റോ അരിയാം. വഴുതണ അരിയാം. നമ്മൾ നാടൻ വഴുതണയാണിത്. വഴുതണ നാടൻ, പടവലം നാടൻ, നമ്മൾ മുരിങ്ങയ്ക്ക നാടൻ, കായ നാടൻ, ഇതെല്ലാം നാടനാണ്. ചേമ്പ്, ഇതെല്ലാം നാടൻ സാധനങ്ങളാണ്. ഇനി കായ എടുക്കാം. കായ് തൊലി കളയേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാനങ്ങ് തൊലി കളഞ്ഞു പോയി. തൊലി നല്ലതാണ്, പച്ച ഏത്തക്കായുടെ തൊലി നല്ലതാണ്. ഞാൻ ഓർക്കാതെ തൊലി അങ്ങ് കളഞ്ഞു പോയി. ക്യാരറ്റ് അരിയാം. ചേമ്പെടുക്കാം. ഇനി അമരയ്ക്ക എടുക്കാം. എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്, നല്ല അടിപൊളി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ചട്ടിയിലോട്ട് ഇടാം. നമ്മളെല്ലാം ചട്ടിയിലോട്ട് ഇട്ട് ഇനി നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് അരപ്പിടാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ഇതിലോട്ടിടാം, മിക്സിയുടെ ജാറിലോട്ടിടാം. ഒരു 4-5 പീസ് വെളുത്തുള്ളി ഇടാം, ചെറിയ ഉള്ളി ഇടാം, ഒരു 4 പച്ചമുളക് ഇടാം, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇടാം, ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം, ഒരു ഇച്ചിരി പോലെ ഒരല്പം വെള്ളം, അല്പം വെള്ളം എന്നുവെച്ചാൽ ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അവിയലിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരുന്ന അരപ്പിടാം. ഒരല്പം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്യുക. ഈ വെള്ളത്തിൻ്റെ ആവശ്യം, ഈ വെള്ളം കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അല്പം ഉപ്പ് കൂടി ഇടാം, അല്പമല്ല ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ, ഈ വേവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വേവിച്ചെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണ ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല തനി നാടൻ അവിയൽ ഇതുപോലെയാണ് വെക്കുന്നത്. ഇത് നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കിയാൽ അടിപൊളിയാണ്. ചോറിന് ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ചോറ് ഇത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ചോറിൻ്റെ കൂടെ കാണാം.
അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മൾ അവിയലൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയായിരുന്നു. നല്ല അടിപൊളിയായി അവിയൽ റെഡിയായിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇടാൻ മറന്നായിരുന്നു. നമുക്കൊരു കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം. അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ അതിൻ്റെ മണമെല്ലാം അതിനകത്തങ്ങ് ഇറങ്ങും. നമുക്ക് അടച്ചു വയ്ക്കാം. അവിയലിലോട്ട് ഒരു അല്പം തൈര് കൂടി ഒഴിക്കാം. നമുക്കിനി ചോറ് കഴിക്കാം. ഞാൻ ഇന്നൊരു ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇലയിലൊന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല നാടനരി ചോറും നമുക്ക് നമ്മളെ വിപുലമായ അവിയൽ വയ്ക്കാം. നല്ല അവിയലാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം. ആദ്യമേ അരപ്പിൻ്റെ കൂടെ മഞ്ഞളൊക്കെ എണ്ണ ഒഴിച്ച് അരപ്പ് ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി അത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ഇഞ്ചിക്കറി, പിന്നെ അമരയ്ക്ക തോരൻ എല്ലാം ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. മോര് കാച്ചിയതും ഇനി നമുക്ക് അച്ചാർ കൂടി ഇടാം. കുറച്ച് മാങ്ങ അച്ചാർ കൂടി വയ്ക്കാം. നാരങ്ങ, ഞാൻ ഈ ഗണപതി നാരങ്ങയാണിത്. ഞാനിത് നേരത്തെ വീഡിയോ ഇട്ടായിരുന്നു. അത് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കൊരു പപ്പടവും കൂടെ വെച്ചിട്ട് ഊണ് കഴിക്കാം. വിഭവസമൃദ്ധമായ ഊണാണ്. ഇതിനകത്ത് മീൻകറി ഒന്നുമില്ല. ഇത് നമ്മൾ സോയ ചങ്ക്സ് ഫ്രൈ ആണ്. അതുകൂടെ ഇതിലോട്ട് വയ്ക്കാം. ഇന്ന് മീനും പിന്നെ ചിക്കനും ഒന്നുമില്ല. നമ്മൾ ഫുള്ള് വെജിറ്റേറിയനായിട്ട് ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പാവയ്ക്ക മെഴുക്ക് പുരട്ടി എടുത്ത്, നമ്മൾ ഇഞ്ചിക്കറി എടുത്ത്, അച്ചാറും എടുത്ത്, തോരനും അവിയലും കൂടി എടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഊണ് കഴിക്കാൻ ഇതേ രീതിയിൽ കഴിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിക്കണം കേട്ടോ. ഈ പൊളിയാണ്. മീനൊക്കെ ദൂരെ നിൽക്കേ ഉള്ളൂ. നമ്മൾ ഈ പച്ചക്കറിയുടെ കൂടെ നമ്മൾ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല വയറിനൊക്കെ നല്ല സുഖമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.